ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചപ്പാത്തിയുടെ റെസിപ്പിയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇന്ന് ചപ്പാത്തിയുടെ റെസിപ്പി ഒന്നുമല്ല, പക്ഷെ നല്ല സൂപ്പറായിട്ട് കുറച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കണ്ടോ ഉള്ളിൽ നല്ല കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ച് നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ. അപ്പോൾ നമുക്കതിങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലും അതല്ല ഓഫീസുകളിലേക്കും ഒക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ഇന്നത്തെ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത്. ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെക്കുക. പാന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായി പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള 1 കപ്പ് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഒനിയൻ ഒന്ന് ചൂടാവട്ടെ, ആ പച്ചമണം ഒന്ന് മാറണം കേട്ടോ. എന്നാൽ അത് ഫുള്ളായിട്ട് ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റേണ്ട ആവശ്യവുമില്ല. ഇനി ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ വേഗം സോട്ടാവും. കൂടാതെ ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുത്തേക്കാണ്. പച്ചമുളക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചറും ഗാർലിക്കും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഗാർലിക് പേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നതെങ്കിൽ 1/2 ടീസ്പൂണോളം ഇട്ടാൽ മതിയാവും കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി കുറച്ച് കസൂരി മേത്തി തീയെടുത്ത് ഇതുപോലെ അങ്ങോട്ട് നല്ലോണം കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ടിടുക. അപ്പോഴേ നമ്മുടെ റെസിപ്പീസിന് ഏത് ഇതിനാണെങ്കിലും അതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കസൂരി മേത്തിയും കൂടിയിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതലിടാം. ഒരു 1/2 ടീസ്പൂണോളം ചാറ്റ് മസാല, ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം വറുത്തത് കേട്ടോ, വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂണോളം കറി മസാല അല്ലെങ്കിൽ വെജിറ്റബിൾ മസാല എന്നൊക്കെ പറയുന്നത് ഇട്ടാൽ മതി. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇതൊക്കെ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്, കരിഞ്ഞു പോകരുത്. ഇനി അതിലേക്ക് ഒരു 4 ചെറുതായി അരിഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ, വേവിച്ച പൊട്ടറ്റോ ആണ്. ഞാൻ കുക്കറിലിട്ട് വേവിച്ചതല്ല കേട്ടോ. കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കൂടുതലായിട്ട് പിടിക്കും, അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിടലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പോ എരിവോ മസാലയോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് നമുക്ക് ഒരു മാഷർ വെച്ച് ഇങ്ങനെ ഇതുപോലെ തന്നെ അമർത്തിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായി അമർത്തിയെടുക്കണം മാഷർ വെച്ചിട്ട്. അപ്പോഴേ ഇത് നന്നായി വരുള്ളൂ, ഒട്ടും കട്ട പാടില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം നന്നായി മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ഇതാ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയിരിക്കണം നമ്മുടെ ഫില്ലിങ്, ഒട്ടും വെള്ളം തോന്നരുത്. വെള്ളം തോന്നുന്നെങ്കിൽ ഇതിലേക്ക് വറുത്ത 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് കട്ടിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കാവൂ. ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചാൽ നമുക്കൊട്ടും തന്നെ കുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഗോതമ്പ് മാവാണ്. ഗോതമ്പ് മാവിന് ജസ്റ്റ് ഉപ്പിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. വേറൊന്നും തന്നെ ചെയ്യേണ്ട, ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി മാത്രം കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളത്തോടു കൂടി കുഴക്കരുത്. എന്നിട്ട് ചെറിയ പൂരിയുടെ സൈസിൽ കേട്ടോ, ഒരുപാട് വലിയ പൂരിയുടെ അല്ല, ഒരു ചെറിയൊരു പൂരിയുടെ സൈസിലേക്കുള്ള മാവ് എടുത്തിട്ട് നമുക്കിനി അതിനൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ, പക്ഷേ ഒരു പൂരിയുടെ വലിപ്പത്തിൽ മാത്രമേ പരത്താൻ പാടുള്ളൂ. വലിയ പൂരിയല്ല, ചെറിയൊരു പൂരി, ഒരു കുറച്ച് കനത്തിൽ കണ്ടോ, ഈ കനം വേണം അതിന്. അതേപോലെ 2 എണ്ണം ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലല്ല ഫില്ല് ചെയ്യുന്നത്, 2 എണ്ണം എടുക്കാം. എന്നിട്ട് ഇപ്പോൾ 2 എണ്ണം ഏകദേശം ഒരേ വലിപ്പമുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2ഉം ഏകദേശം ഒരേ വലിപ്പത്തിൽ ചെയ്യാം. എന്നിട്ട് ഒരു പൂരി എടുത്താൽ അതിൽ നമ്മുടെ ഈ ഫില്ലിങ്ങിനെ വെച്ചിട്ട് നിറച്ച് കൊടുക്കുക. ഉരുട്ടിയിട്ടൊന്നല്ല, കൈ കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ വേറൊരു പൂരി എടുത്ത് അതിനുള്ളിൽ വയ്ക്കുക. ഇനി സൈഡ് നമുക്ക് ഇതിനെ ജസ്റ്റ് മുകളിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും. അടിയത്തെ വേണമെങ്കിൽ കുറച്ച് വലുതായി ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. അത് ഈസിയായി നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. മാവിൽ അതുപോലെ തന്നെ ഗോതമ്പ് മാവിൽ ഒരുപാട് വെള്ളമാവരുത്, ആവശ്യത്തിന് മാത്രം വെള്ളമായി സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് മാവായിരിക്കണം ഗോതമ്പിൻ്റെ മാവ്. കണ്ടോ, ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഫോൾഡായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഇതിനെ നമുക്കിനി പരത്തി കൊടുക്കാം. കണ്ടോ, ഒട്ടും തന്നെ എവിടെയും പുറത്തേക്ക് വരികയോ ഒന്നും ചെയ്യില്ല ഈ ഫില്ലിങ്. ഇതിങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഫില്ലിങ് ആവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് തിന്നാക്കാൻ പോകരുത്, കാരണം അപ്പോൾ അടിയിൽ പിടിച്ച് നമുക്ക് ഉണ്ടാക്കുന്നത് നന്നാവില്ല. കണ്ടോ, ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്കത് ചെയ്തിട്ട് വരാം. അതിനായിട്ട് ഇനി നമ്മുടെ ഒരു ചപ്പാത്തിക്കല്ല് വയ്ക്കുക. ചപ്പാത്തിക്കല്ലൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിനെ ഇട്ട് കൊടുക്കാം.
എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 2 സെക്കൻഡ് ആകുമ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിടുക. അതിന് മുമ്പ് എണ്ണയൊന്നും ഒഴിക്കരുത്. ഇനി നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഈ ഭാഗത്ത് കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിന് പകരം ഓയിൽ വേണമെന്നുള്ളവർക്ക് ഓയിലും ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഞാൻ പൊതുവെ പ്രിഫർ ചെയ്യുന്നില്ല ഒഴിച്ചു കൊടുക്കാനായിട്ട്. പുകയാനുള്ള ചാൻസ് വെളിച്ചെണ്ണയോ നെയ്യൊക്കെ ആകുമ്പോൾ കൂടുതലാണ്. അപ്പോൾ ഇനി ഇതായിട്ടുണ്ട്. ആ ഭാഗവും 1 മിനിറ്റ് ആകുമ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ മറിച്ചിടാം കേട്ടോ. നെയ്യായതുകൊണ്ട് അപ്പുറത്തേക്ക് ആയതുകൊണ്ടാണ് ഈ പുകയൊക്കെ കാണുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്കാവരുത്. അപ്പോൾ കരിഞ്ഞു പോകല്ലാതെ ഉള്ളു കുക്കാവില്ല. കണ്ടോ, ഉള്ളൊക്കെ കുക്കായി ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട കേട്ടോ. തൈര് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കഴിച്ചാൽ മതി. ഇപ്പം 2 സൈഡും പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. നമുക്കിനി ഇതിനെ വാങ്ങിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതൊരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറാണ്. അതിൻ്റെ മുകളിൽ ചെറിയൊരു പീസ് ബട്ടറും കൂടി വെച്ച് കഴിഞ്ഞാൽ ചുടിച്ചുടാന്നുള്ള ഇതിൻ്റെ കൂടെ ആ ബട്ടറും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ ഫില്ലിങ്? നമുക്കിതിനെ ഒന്ന് കഴിച്ച് നോക്കാം. ആ ബട്ടറിലൊക്കെ മുക്കി ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊരു ടേസ്റ്റ് അറിയും. ആ മസാല പറയേ വേണ്ട കേട്ടോ. ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ ഉള്ള ഒരു സൂപ്പർ മസാലയാണ് ഉള്ളിലെ ഫില്ലിങ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ബൈ. താങ്ക് യു.